ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു വ്ളോഗ് എന്തായാലും 2 പാർട്ടായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് വ്ളോഗായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ല ഒരു ഗണേശ് ചതുർത്ഥിയുടെ ഒരു വ്ളോഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗണേശ് ചതുർത്ഥി എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ബോംബെയാണ് ഞാൻ കൂടുതൽ മിസ് ചെയ്യുന്നത്. ബിക്കോസ് ബോംബെയിലാണ് കൂടുതൽ സെലിബ്രേഷൻ, 10 ഡേയ്സോ ഇല്ലെങ്കിൽ 11 ഡേയ്സ് ഓഫ് സെലിബ്രേഷൻസും അവരുടെ പൂജ കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ വീട് ആദ്യം തന്നെ ക്ലീൻഡ് ആണ്. എന്നാൽ പോലും ഞാൻ ഒന്നുകൂടെ എല്ലാ സ്ഥലവും ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്യേണ്ടതൊക്കെ വാഷ് ചെയ്ത് വെച്ച് എൻ്റെ കിച്ചൺ ആദ്യം നമ്മൾ അവിടെ നിന്നാണല്ലോ പ്രസാദം ഉണ്ടാക്കുന്നത്. അപ്പം കിച്ചൺ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രസാദം അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പാത്രങ്ങൾ ഞാനിങ്ങനെ ഒരു സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇംബെക്സിൻ്റെ ഒരു സോസ്പാനാണ്. അങ്ങനെ കുറച്ച് ഇൻഡക്ഷൻ സ്റ്റൗവിൽ നമുക്ക് വെക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മളുടെ നോർമലി ഇതിൽ നോൺ വെജിനോ ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ട്രേ ഇങ്ങനത്തെ 1-2 പാത്രങ്ങളൊക്കെ ഞാൻ ഓൺലി ഫോർ പ്രസാദം മേക്കിങ്ങിന് മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു പാത്രങ്ങൾ, സ്പൂൺസ് അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഞാനത് യൂസ് ചെയ്യാറുണ്ട്. വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ പൂജ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. നോർമലി നമ്മളങ്ങനെ ഫുഡ് അങ്ങനത്തെ പ്രസാദമായിരുന്നാലും വെളിയിൽ നിന്നൊന്നും അങ്ങനെ മേടിക്കാറില്ല. ഞാൻ തന്നെ എനിക്ക് പറ്റും പോലെ ഞാൻ കുക്ക് ചെയ്ത് ഒരു സിമ്പിളായിട്ട് എൻ്റെ ചാനൽ പോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു പ്രസാദം ഉണ്ടാക്കി ആൻഡ് സെർവ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതെന്തായാലും അതൊക്കെ എടുത്ത് വെച്ചു, വീടൊക്കെ ക്ലീൻ ചെയ്ത് പെട്ടെന്നൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും മോളും അമ്പലത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കുളിച്ച് റെഡിയായിട്ട് പോവുകയാണ്. അമ്പലത്തിൽ പോണതിന് മുന്നേ എനിക്ക് എപ്പോഴും വീട് ക്ലീൻ ആക്കിയിരിക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ വീട് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഇന്ന് എന്തായാലും ഗണേശ് ചതുർത്ഥി ആയതുകൊണ്ട് എന്തായാലും ഗണപതിയുടെ അമ്പലത്തിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനും മോളും പോയി. അങ്ങനെ നമ്മളവിടെ അമ്പലത്തിലെത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇച്ചിരി നേരത്തെ തന്നെ എത്തിയായിരുന്നു. ബിക്കോസ് അവിടെ അത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. ഞാനൊരു 5 o'clock ഓപ്പൺ ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ 5:30 ശേഷമാണ് ഓപ്പൺ ആകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും പിന്നെ അവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. ബിക്കോസ് ഞങ്ങൾ വന്ന് തൊഴാനായിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നട തുറക്കുന്നതിന് മുന്നേ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും അവിടെ കുറച്ച് നേരം ഇരുന്ന് വെയിറ്റ് ചെയ്തു. എന്തായാലും ആ ഒരു പീസ്ഫുൾനെസ് നമുക്ക് എന്തായാലും കിട്ടി. അതും നല്ല ഗണേശ് ചതുർത്ഥി ആയതുകൊണ്ട് നല്ല ഒരു ഡെക്കറേഷൻ അവർ നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈറ്റിങ് കാര്യങ്ങളൊക്കെ. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് രാത്രി ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊരു 4:45 ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ അവിടെ എത്തി. അപ്പോൾ ഞാനും മോളും ഓട്ടോയിലാണ് പോയിട്ട് നമ്മളവിടെ എത്തി. ആൻഡ് ഇതാണ് അവരുടെ സറൗണ്ടിങ്, ആ അമ്പലത്തിൻ്റെ സറൗണ്ടിങ്, തുലാഭാരത്തിൻ്റെ ഈ ഏരിയ ഒക്കെ ഉണ്ട്. നല്ലൊരു അമ്പലമായിരുന്നു. പക്ഷേ ചെറിയ അമ്പലമായിരുന്നു, നല്ലൊരു അമ്പലമാണ്. ഗണപതിയാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. അപ്പോൾ എന്തായാലും ഗണപതി ഇന്നത്തെ ദിവസം ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ എന്തായാലും ഗണപതിയെ പോയി ഒന്ന് തൊഴാം, പിന്നെ ഒരു തേങ്ങ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ എല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം എന്തായാലും എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റും. ബിക്കോസ് നമ്മൾ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലികളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ തൊഴുത് നമ്മൾ വന്നതിന് ശേഷം ഞാൻ പ്രസാദം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ വ്ളോഗ് എന്തായാലും ഒന്ന് കണ്ടിന്യൂ ആവും. പാർട്ട് 2 നമുക്ക് എന്തായാലും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.